ഡൽഹിയെ നടുക്കി വീണ്ടും ക്രൂരമായ പ്രണയപ്പക. വടക്കൻ ഡൽഹിയിലെ സീമാപുരി പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. 17 വയസ്സുകാരിയെ പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം യുവാവ് പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് സ്വയം തീ കൊളുത്തി മരിക്കുകയായിരുന്നു. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് 25 വയസ്സുകാരനായ യുവാവാണ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി അക്രമം നടത്തിയത്. പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്ന സമയത്താണ് യുവാവ് എത്തിയത്. ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും പ്രകോപിതനായ യുവാവ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പെൺകുട്ടിയുടെ കഴുത്തിലും വയറിലും കുത്തുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അയൽവാസികൾ ഉടൻ തന്നെ പെൺകുട്ടിയെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. പെൺകുട്ടി നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പെൺകുട്ടി പുറത്തേക്ക് ഓടിയതിന് പിന്നാലെ യുവാവ് വീടിനകത്ത് കയറി വാതിൽ അകത്തു നിന്നും പൂട്ടി. തുടർന്ന് അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടുകയും തീ കൊളുത്തുകയുമായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ വലിയ ശബ്ദത്തോടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ ജനലുകളും വാതിലുകളും തകരുകയും കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ വെന്തുമരിച്ചിരുന്നു. സ്ഫോടനത്തെക്കുറിച്ച് പ്രദേശത്തെ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പടർന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഇരുവരും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവാവ് പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും പ്രണയ നൈരാശ്യമാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും പോലീസ് സംശയിക്കുന്നു. പെൺകുട്ടിക്ക് 3-4 തവണ കുത്തേറ്റതായും നില അതീവ ഗുരുതരമാണെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ഇരു കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഡൽഹിയിൽ സമാനമായ രീതിയിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കയ്ക്കാണ് വഴിതെളിക്കുന്നത്. ജനവാസ മേഖലയിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയത് അയൽവാസികളുടെ ജീവനും ഭീഷണിയായിരുന്നു. സംഭവത്തിൽ പോലീസ് കൊലപാതക ശ്രമത്തിനും ആത്മഹത്യയ്ക്കും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.